തൃക്കലഞ്ഞൂർ മഹാദേവർ ക്ഷേത്രം. ഇത് കേട്ടു തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇവിടുത്തെ ഭാഗവത സപ്താഹ യജ്ഞം, ഞങ്ങളുടെ ഭാഗവത ആചാര്യന്മാരുടെ ഇടയിൽ ഈ തൃക്കലഞ്ഞൂർ സപ്താഹ യജ്ഞം വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു സപ്താഹ യജ്ഞമാണെന്ന് കുറേ കാലമായി കേട്ടു തുടങ്ങിയിട്ട്. മാത്രമല്ല, എന്നെ ഇവിടുത്തെ സപ്താഹ യജ്ഞത്തിലേക്ക് ഇവരെ ക്ഷണിച്ചിട്ട് ഇതിനു മുന്നേ ആചാര്യസ്ഥാനത്തൊക്കെ വിളിച്ചതായിരുന്നു. അന്നൊന്നും എനിക്കിവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ സപ്താഹ യജ്ഞത്തിലേക്ക് കണ്ടമംഗലം പരമേശ്വരേട്ടൻ്റെ കൂടെ വരാനായിട്ട് സാധിച്ചു. വളരെ സന്തോഷം. കോഴിക്കോട് ആണ് സ്വദേശം. പുല്ലൂർമണ്ണ മണിവർണ്ണൻ നമ്പൂതിരി എന്നാണ് പേര്. ഇവിടെ സപ്താഹ യജ്ഞത്തിന് എത്തിച്ചേർന്ന സമയത്ത് തന്നെ രാവിലെയുള്ള സമൂഹ പ്രാർത്ഥനയിലും വിഷ്ണു സഹസ്രനാമ പാരായണത്തിലും അതേപോലെ ഭാഗവത പാരായണം, പിന്നെ പ്രഭാഷണം, ഇതിലൊക്കെ ധാരാളം ആളുകളെ ശ്രദ്ധിക്കുന്നു. ചില സപ്താഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പാരായണത്തിന് അത്ര പ്രാധാന്യം ആളുകൾ കാണില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പാരായണം ശ്രദ്ധിക്കാൻ, ഭാഗവത ഗ്രന്ഥമൊക്കെ കയ്യെ പിടിച്ച് അത് കേട്ടിരിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരു സദസ്സാണ് എനിക്ക് കാണാനായിട്ട് ഇതാ സാധിച്ചത്. മാത്രമല്ല, ഭാഗവതം പഠിപ്പിക്കുന്ന രീതിയിലായിരുന്നു കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയുടെ പ്രഭാഷണം. അതെനിക്ക് വളരെ സന്തോഷമായി. കണ്ടമംഗലം പരമേശ്വരേട്ടൻ്റെ കൂടെ ഞാൻ തന്നെ കൂടിയിട്ട് ഏകദേശം ഒരു 10-30 കൊല്ലത്തിലധികമായി. അദ്ദേഹത്തിൻ്റെ കൂടെ പണ്ടൊക്കെ കുറേ ഭാഗവത പാരായണത്തിന് സഹാചാര്യസ്ഥാനത്തിരുന്ന് പാരായണം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ആചാര്യസ്ഥാനത്ത് പോകുന്നതുകൊണ്ട് അത്രയധികം സാധിക്കാറില്ല. എന്നാലും പരമേശ്വരേട്ടൻ്റെ സപ്താഹം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രഭാഷണം എന്ന് പറയുമ്പോൾ, അത് കേൾക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെ ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. പരമേശ്വരേട്ടൻ്റെ പ്രഭാഷണം, അത് ഓരോ ശ്ലോകമൊക്കെ ചൊല്ലി അത് നന്നായിട്ട് വിവരിച്ചു കൊടുക്കുക. ഓരോ പദവും അതൊക്കെ നന്നായിട്ട് വിവരിച്ചു കൊടുക്കുമ്പോൾ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഈ ആചാര്യന്മാർക്ക് അതൊരു മുതൽക്കൂട്ടാണ്. അപ്പം ശ്രവണത്തിനാണ് കൂടുതൽ പ്രാധാന്യം. സപ്താഹത്തിൽ ശ്രവണത്തിനാണ് കൂടുതൽ പ്രാധാന്യം. പരീക്ഷ ശ്രവണേ മുക്തി പറയും. പരീക്ഷത്ത് മഹാരാജാവിന് ഭാഗവതം കേട്ടതുകൊണ്ടാണ് മുക്താവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള പരമ തത്വത്തിലേക്കാണ് ഭാഗവതം ഓരോ അധ്യായവും കൊണ്ടെത്തിക്കുന്നത്. ജന്മാദ്യസ്യ മുതൽ ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവജായതേ തഥാ കുരുഷ്യ ദേവേശ നാഥസ്തുന്നോ യഥപ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഇങ്ങനെ 335 അധ്യായമായി, 12 സ്കന്ധങ്ങളായി, 18,000 ഗ്രന്ഥമായി പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപത്തിലുള്ള ഈ ശ്രീമദ് ഭാഗവതത്തിന് ഈ നാട്ടിലുള്ള ഇതിൻ്റെ പുറമദേശത്തുള്ള ആളുകളടക്കം രാവിലത്തെ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ സ്വീകൃതോസി 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 എന്നൊക്കെ ഞങ്ങൾ ആചാര്യസ്ഥാനത്തിരുന്ന് അങ്ങനെ പറയുമ്പോൾ അത് വെറുതെ പറയല്ല, ഞങ്ങൾ സ്വീകരിച്ചു എന്നുള്ള രീതിയിൽ. എങ്ങനെയാണോ ഉണ്ണിക്കണ്ണനെ എടുക്കുന്നത്, തൻ്റെ വീട്ടിലെ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ അമ്മ എടുക്കുന്ന സമയത്തുള്ള ഒരു സന്തോഷം പോലെ ഈ ദേശവാസികളായിരിക്കുന്ന എല്ലാവർക്കും ഈ ഭാഗവതത്തിന് എടുക്കാനായിട്ട് ഇതാ സാധിച്ചു. അത് തന്നെ ഒരു വലിയ ഭാഗ്യം. എന്തായാലും വളരെ സന്തോഷം. സാക്ഷാൽ ഭഗവാന്റെ അടുത്ത് സപ്താഹ യജ്ഞത്തിന് എത്തിച്ചേരാൻ സാധിച്ചതിലും, അതേപോലെ ഇവിടെ 7 ദിവസം കഴിച്ചുകൂട്ടാൻ സാധിച്ചതിലും, പ്രത്യേകിച്ച് അമ്പലത്തിലെ മേശാന്തിയുടെ അടുത്ത് തന്നെയാണ് താമസം ഉണ്ടായത്. വിദേശേട്ടൻ്റെ അടുത്ത്. അദ്ദേഹത്തിന് ഇതിൻ്റെ മുന്നേയും എനിക്ക് പരിചയമുണ്ട്. ഫോണിലൊക്കെ എന്നെ വിളിച്ച് സപ്താഹത്തിന് വരാൻ പറ്റുമോ എന്നൊക്കെ പല പ്രാവശ്യവും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ മഹാദേവൻ ഇപ്പോഴാണ് വിളിച്ചത്. അതുകൊണ്ടാണ് എനിക്കിത് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. അവിടെയുള്ള താമസവും
പിന്നെ ഇവിടെയുള്ള ഭക്തജനങ്ങൾ ഒരു ഗ്രാമ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്നേഹം കൂടും, നന്നായിട്ട് സ്നേഹം കൂടും. പട്ടണത്തിലുള്ള ആൾക്കാർ വേറെ രീതിയിലാണെങ്കിൽ ഗ്രാമത്തിലുള്ള ആൾക്കാർ വേറൊരു രീതിയിലാണ് നമ്മളതാ കാണുക. അവരങ്ങനെ ഭഗവാനെ നന്നായിട്ട് സ്നേഹിക്കും. ഗ്രാമത്തിലുള്ള അമ്പലത്തിലേക്ക് ആൾക്കാർ വരുന്നത് പോലെ ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ധാരാളം ജനങ്ങൾ, എന്തിനു പറയണു, ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു 10,000-4,000-ത്തിലധികം ആൾക്കാർ ഇവിടെ സപ്താഹത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല മീഡിയയിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ ആയി ഇങ്ങനെ ഭാഗവത സന്ദേശങ്ങളൊക്കെ കൊടുക്കാൻ സാധിച്ചത് കൊണ്ടും നമുക്കിതിന് നല്ലൊരു പ്രചരണം കൊടുക്കാനായിട്ട് സാധിച്ചു. എന്തായാലും വളരെ സന്തോഷം. ഇങ്ങനെ ഇതിനെയൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിനെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, ഫേസ്ബുക്കിലായിട്ടും യൂട്യൂബിലൊക്കെ ആയിട്ട് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം ജനങ്ങൾക്ക് അതൊരു ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലായി. അതാണ് ഇങ്ങനെയൊക്കെ പ്രചരിക്കാനുള്ള കാരണം. ഇന്ന് ചെറിയ കുട്ടികളും അതേപോലെ ചെറുപ്പക്കാരും റിട്ടയറായ ആൾക്കാരും ഒക്കെ ഈ ഭാഗവത ഗ്രന്ഥത്തിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഭാഗവതം നന്നായിട്ട് പഠിച്ച് അതിൻ്റെ ഉള്ളിലുള്ള തത്വങ്ങളൊക്കെ മനസ്സിലാക്കി പരമമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കട്ടെ. മഹാദേവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.